ഹലോ എവരിവൺ, എൻ്റെ പേര് മുഹമ്മദ് ആരിഫ് നിസാമുദ്ദീൻ. ഞാൻ നാഗ്പൂരിലെ ഫൈനൽ ഇയർ സ്റ്റുഡൻ്റ് ആണ്. നീറ്റ് 2020 വഴിയാണ് ഇവിടെ കയറിയത്. അന്ന് റാങ്ക് 3075 ആയിരുന്നു. ഇന്ന് നമ്മൾ സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി എന്ന ചാപ്റ്റർ ഡിസ്കസ് ചെയ്തിരിക്കുകയായിരുന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മോൾ കോൺസെപ്റ്റും മോളാർ മാസ്, മോളാർ മാസും അതെല്ലാം നമ്മൾ പറഞ്ഞു. അപ്പം നമ്മൾ ഇനി ഈ ക്ലാസ്സിൽ നമ്മൾ തുടങ്ങാൻ പോകുന്നത് പെർസെൻറ്റേജ് കോമ്പോസിഷൻ എന്ന ടോപ്പിക് വെച്ചാണ്. ഓക്കെ, ആദ്യം അതിലേക്ക് ഇടാം. പെർസെൻറ്റേജ് കോമ്പോസിഷൻ. So far, we were dealing with the number of entities present in a given sample, but many times information regarding the percentage of a particular element present in a compound is required. ഇതുവരെ നമ്മൾ ഒരു കോമ്പൗണ്ടിന്റെ ഏതൊക്കെ ആറ്റംസിന്റെ അതിന്റെ എണ്ണം വെച്ചാണ് നമ്മൾ ഇതേപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞത്. പിന്നെ നമുക്ക് എന്താണ് ഒരു കോമ്പൗണ്ടിൽ എന്താണ് പെർസെൻറ്റേജ് കോമ്പോസിഷൻ എന്ന് വെച്ചാൽ ആ കോമ്പൗണ്ടിലുള്ള ഓരോ ആറ്റത്തിന്റെയും പെർസെൻറ്റേജ് കോമ്പോസിഷൻ തരികയാണ്. ഓക്കെ അല്ലേ? അപ്പൊ പെർസെൻറ്റേജ് കോമ്പോസിഷൻ തരുമ്പോൾ നമുക്ക് അതിൽ നിന്ന് എങ്ങനെയാണ് എംപിറിക്കൽ ഫോർമുല, മോളിക്കുലർ ഫോർമുല അതെല്ലാം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നൊക്കെയാണ് നമ്മൾ പറയുള്ളൂ. ഓക്കെ, അതിന് പെർസെൻറ്റേജ് കോമ്പോസിഷൻ എങ്ങനെ കണ്ടുപിടിക്കുന്നത് അത് പറയാം. ഓക്കെ, ഇപ്പൊ നമുക്ക് ഇതിന് ഒരു എക്സാമ്പിൾ ആയിട്ട് തന്നിട്ടുള്ളത് H2O എക്സാമ്പിൾ ആണ് ഇവിടെ തന്നിട്ടുള്ളത്, വാട്ടറിന്റെ എക്സാമ്പിൾ. ഓക്കെ, നമുക്ക് ഈ പെർസെൻറ്റേജ് കോമ്പോസിഷൻ തരുന്നതിന്റെ ഗുണം എന്താണ്? പെർസെൻറ്റേജ് കോമ്പോസിഷൻ തരുമ്പോൾ ഒരു കോമ്പൗണ്ടിന്റെ പെർസെൻറ്റേജ് കോമ്പോസിഷൻ തരുമ്പോൾ ആ കോമ്പൗണ്ടിന്റെ പ്യൂരിറ്റി എത്രയുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പം for non-compounds also, such information provides a check whether the given sample contains some percentage of elements is present in a pure sample. അപ്പൊ നമുക്കൊരു പ്യൂർ സാമ്പിളിൽ നമുക്ക് എന്താണ് ഒരു ഇത്ര പെർസെൻറ്റേജ് കോമ്പോസിഷൻ ഉണ്ടെന്ന് നമുക്കറിയാം. ഓക്കെ, അപ്പൊ അതേ നമുക്ക് തന്നേക്കുന്ന ഒരു സാമ്പിളിൽ അത്രയും പെർസെൻറ്റേജ് കോമ്പോസിഷൻ തന്നെയാണ് ഉള്ളത്. അപ്പൊ നമുക്ക് ഫോർ എക്സാമ്പിൾ നമുക്കൊരു കോമ്പൗണ്ട് എയിൽ കാർബൺ 12% ഉണ്ടെന്ന് തരികയാണ്. ഓക്കെ, ഇത് നമുക്ക് അറിയാവുന്ന സാമ്പിളാണ്. നമുക്ക് വേറൊരു സാമ്പിൾ വന്നിട്ടുണ്ട് ബി, അതിനകത്ത് കാർബണിന്റെ പെർസെൻറ്റേജ് നമുക്ക് 12 തന്നെയാണെങ്കിൽ എന്താണ് ബി ഒരു പ്യൂർ സാമ്പിളാണ് നമുക്ക് പറയാം അല്ലേ? ഇനി 12% അല്ല, അതിനകത്ത് വേറൊരു സാമ്പിൾ കാർബൺ 12 അല്ലാണ്ട് 13 അല്ലെങ്കിൽ 14 അല്ലെങ്കിൽ 9 അങ്ങനെ എന്തെങ്കിലും വേറെ പെർസെൻറ്റേജ് ആണ് തരുന്നതെങ്കിൽ അതിനകത്ത് നമ്മൾ ഈ പ്യൂർ സാമ്പിൾ കൂടാണ്ട് അതിനകത്ത് വേറെ കുറച്ച് ഇമ്പ്യൂരിറ്റീസും കൂടെ അതിന് കൂടെ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം പെർസെൻറ്റേജ് കോമ്പോസിഷനിലൂടെ ഒരു തരുന്ന സാമ്പിളിന്റെ പ്യൂരിറ്റി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ പെർസെൻറ്റേജ് കോമ്പോസിഷൻ നമ്മൾ എങ്ങനെയാണ് പറയുന്നത്? വാട്ടറിന്റെ എക്സാമ്പിൾസ് പറയാം. അപ്പൊ നമ്മൾ പെർസെൻറ്റേജ് കോമ്പോസിഷൻ മാസ് പെർസെൻറ്റേജ് ആണ് പറയുന്നത്. മാസ് പെർസെൻറ്റേജ് നമ്മൾ എങ്ങനെയാണ് കൂട്ടുന്നത്? മാസ് പെർസെൻറ്റേജ് ഫോർമുല ഇവിടെ തന്നേക്കുന്നത് മാസ് ഓഫ് പെർസെൻറ്റേജ് ഓഫ് എലമെന്റ് ഇസ് ഈക്വൽ ടു മാസ് ഓഫ് ദാറ്റ് എലമെന്റ് ഇൻ ദ കോമ്പൗണ്ട് ബൈ മോളാർ മാസ് ഓഫ് ദ കോമ്പൗണ്ട് ഇൻടു 100. അപ്പൊ നമുക്ക് H2O എക്സാമ്പിൾ എടുത്ത് നോക്കാം. ഓക്കെ, വാട്ടർ മോളിക്യൂളിൽ 2 ഹൈഡ്രജനും 1 ഓക്സിജനും ഉണ്ട്. ഓക്കെ, H2O മോളാർ മാസ് എന്താണ്? ഒരു മോളിൽ 2 ഹൈഡ്രജൻ ഓക്സിജൻ എന്ന് പറയുമ്പോൾ 2 16 18 ഗ്രാമാണ് ഇതിന്റെ മോളാർ മാസ് എന്ന് പറയുന്നത് അല്ലേ? മോളാർ മാസ് നമ്മൾ എന്താ ഒരു മോളിന്റെ മാസാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇപ്പൊ 2 ഹൈഡ്രജന്റെ മാസ് എത്രയായിരിക്കും? 2 ഗ്രാം ആയിരിക്കും. ഒരു ഓക്സിജന്റെ 16 ഗ്രാം ആയിരിക്കും. അപ്പൊ നമ്മൾ ഇതിന്റെ അകത്ത് മാസ് പെർസെൻറ്റേജ് ഓഫ് ഹൈഡ്രജൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? 2 grams ആണുള്ളത്. 2 grams ബൈ ടോട്ടൽ മാസ് 18 അത് ഇൻറ്റു 100. അതേപോലെ മാസ് പെർസെൻറ്റേജ് ഓഫ് ഓക്സിജൻ എന്തായിരിക്കും? ഇവിടെ 16 ഗ്രാം ഓക്സിജൻ ആണ് ഉള്ളത്, 18 ഗ്രാം. അപ്പൊ 16 ബൈ 18 ഇൻറ്റു 100 എന്ന് വരും. ഓക്കെ, ഇങ്ങനെ നമ്മൾ മാസ് പെർസെൻറ്റേജ് പറയുന്നത്. അതിനകത്ത് ഒരു കറക്റ്റ് വാല്യൂസ് എടുത്താണ് ചെയ്യുന്നത്. ഒരു ഹൈഡ്രജന്റെ മാസ് എന്താണ്? 1.008. നമ്മുടെ കോമ്പൗണ്ടിന്റെ മോളാർ മാസ് എന്ന് പറയുന്നത് 18.02. ഓക്കെ, അത് ചെയ്യുമ്പോൾ അവർക്ക് 11.18 ആണ് ഇവിടുത്തെ എന്താണ് മാസ് പെർസെൻറ്റേജ് ഓഫ് ഹൈഡ്രജൻ. ഇതിനകത്ത് വാട്ടർ മോളിക്യൂളിൽ മാസ് പെർസെൻറ്റേജ് ഓഫ് ഹൈഡ്രജൻ എന്ന് പറയുന്നത് 11.18 ആണ്. അതേപോലെ മാസ് പെർസെൻറ്റേജ് ഓഫ് ഓക്സിജൻ എന്ന് പറയുന്നത് 16 ബൈ മോളാർ മാസ് ഓഫ് കോമ്പൗണ്ട് 18.02 അതിന്റെ 100 അത് 88.79. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ മാസ് പെർസെൻറ്റേജ് കൂട്ടുന്നത്. പിന്നെ നമുക്കിവിടെ എത്തനോളിന്റെ മാസ് എത്തനോളിലുള്ള ഓരോ ആറ്റത്തിന്റെയും മാസ് പെർസെൻറ്റേജ് ഇവിടെ നമുക്ക് കൂട്ടിയിട്ടുണ്ട്. ഓക്കെ, അടുത്ത് നമ്മൾ പഠിക്കാനുള്ള കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എംപിറിക്കൽ ഫോർമുല
പിന്നെ molecular formula. An empirical formula represents the simplest whole number ratio of various atoms present in a compound, whereas the molecular formula shows the exact number of different types of atoms present in a molecule of a compound. Empirical formula എന്താണ്? ഒരു കോമ്പൗണ്ടിന്റെ സിംപ്ലസ്റ്റ് ഹോൾ നമ്പർ റേഷ്യോ ആണ്. അപ്പോൾ നമുക്ക് അത് പറയുകയാണെങ്കിൽ, ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഗ്ലൂക്കോസ് വെച്ച് നോക്കാം. ഗ്ലൂക്കോസിന്റെ ഫോർമുല എന്ന് പറയുന്നത് എന്താണ്? മോളിക്കുലർ ഫോർമുല എന്ന് പറയുന്നത് C6H12O6. ഓക്കെ, നമുക്കറിയാം ഇതിന്റെ സിമ്പിളസ്റ്റ് ഹോൾ നമ്പർ റേഷ്യോ ആക്കണമെങ്കിൽ എന്താണ്? നമുക്ക് ഇതിന്റെ എല്ലാത്തിനെയും 6 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ലേ? അപ്പൊ ഇതിന്റെ C6/6 H12/6 O6/6 ഇപ്പൊ എന്ത് വരും? C1H2O. അപ്പം ഇതാണ് C6H12O6ന്റെ സിംപ്ലസ്റ്റ് ഹോൾ നമ്പർ റേഷ്യോ നമ്മൾ ഡിവൈഡ് ചെയ്തപ്പോൾ കിട്ടിയ ഫോർമുല. ഈ ഫോർമുല നമ്മൾ വിളിക്കുന്ന പേരാണ് എംപിരിക്കൽ ഫോർമുല. അപ്പം ഗ്ലൂക്കോസിന്റെ എംപിരിക്കൽ ഫോർമുല എന്ന് പറയുന്നത് CH2O ആണ്. മോളിക്കുലർ ഫോർമുല എന്ന് പറയുന്നത് C6H12O6 ആണ്. അപ്പൊ അതാണ് എംപിരിക്കൽ ഫോർമുലയും മോളിക്കുലർ ഫോർമുലയും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് empirical formula represents the simplest whole number ratio of various atoms present in a compound, whereas the molecular formula shows the exact number of different types of atoms. So molecular formula കൃത്യ എണ്ണം ഉണ്ട്, ഓരോ ആറ്റത്തിന്റെയും കൃത്യ എണ്ണം നമുക്ക് മോളിക്കുലർ ഫോർമുല കിട്ടും. പക്ഷെ എംപിരിക്കൽ ഫോർമുല എല്ലാത്തിന്റെയും കൂടെ സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോസ് ഹോൾ ഇൻഡിജേഴ്സ് നമ്മൾ ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന ഫോർമുലയാണ് എംപിരിക്കൽ ഫോർമുല. If the mass percentage of various elements present in a compound is known, its empirical formula can be determined. Molecular formula can further be obtained if the molar mass is known. അപ്പൊ നമുക്കൊരു കോമ്പൗണ്ടിൽ ഓരോ ആറ്റത്തിന്റെ മാസ് പെർസെന്റേജ് അറിയാമെങ്കിൽ നമുക്ക് അതിന്റെ എംപിരിക്കൽ ഫോർമുല കണ്ടുപിടിക്കാൻ പറ്റും. മാത്രമല്ല എംപിരിക്കൽ ഫോർമുലയും ആ കോമ്പൗണ്ടിന്റെ മോളാർ മാസ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് അതിന്റെ മോളിക്കുലർ ഫോർമുലയിലേക്ക് എത്താം. ഇത് എങ്ങനെ എത്തുന്നത് നമുക്ക് നോക്കാം. നമുക്ക് എക്സാമ്പിൾ ആയിട്ട് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഓക്കെ, അത് നമുക്ക് ചെയ്ത് നോക്കാം. എന്താ നമുക്ക് തന്നേക്കുന്നത്? നമുക്ക് ഇവിടെ തന്നേക്കുന്നത് ഒരു കോമ്പൗണ്ട് കണ്ടെയ്ൻസ് 4.07% of hydrogen, 24.27% of carbon, and 71.65% of chlorine. Its molar mass is 98.96 gram. What are its empirical and molecular formulas? അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നാൽ എന്താണ്, ഓരോ ആറ്റത്തിന്റെയും മാസ് പെർസെന്റേജ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അതിന്റെ എംപിരിക്കൽ ഫോർമുല കണ്ടുപിടിക്കുക എന്നുള്ളത്. ഓക്കെ, അപ്പൊ അങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ആദ്യം ചെയ്യേണ്ടത്? ഇതിന്റെ മാസ് പെർസെന്റേജ് തന്നത് നമുക്ക് അതിന്റെ ഗിവൺ മാസ് ആയിട്ട് മാറ്റും. ഓക്കെ, നമുക്കിവിടെ 4.07 gram percentage hydrogen, 24.27% carbon, 4.07% carbon 24.27, the chlorine 71.65% തന്നിട്ടുണ്ട്. ഓക്കെ, ഈ തന്ന പെർസെന്റേജിനെല്ലാം നമ്മൾ നേരെ അങ്ങ് അതിനെ എന്താക്കുക, ഗ്രാമിലാക്കി എടുക്കുക. നമുക്ക് തന്നേക്കുന്ന കോമ്പൗണ്ട് 100 gram കോമ്പൗണ്ടാണ് തന്നേക്കുക. അതിനകത്ത് കോമ്പൗണ്ടിൽ നമ്മൾ 100 gram ആണ് ടോട്ടൽ മാസ് വിചാരിക്കുക. എന്നിട്ട് ഈ തന്നേക്കുന്ന പെർസെന്റേജ് തന്നെയാണ് അതിനകത്തുള്ള ഓരോ ആറ്റത്തിന്റെയും ടോട്ടൽ വെയിറ്റ്. അപ്പം മൊത്തത്തിൽ നമുക്ക് 100 ഉണ്ട് അല്ലേ? ആ 100% 100 gram ആക്കി നമ്മൾ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഹൈഡ്രജന്റെ മാസ് എന്താ വരും? 4.07 gram വരും. കാർബണിന്റെ 24.27 gram ഉണ്ട്. 100 gram കോമ്പൗണ്ട് ഉണ്ടെങ്കിൽ 24.27 gram കാർബൺ ആണ്, 4.07 gram ഹൈഡ്രജൻ ആണ്, 71.65 gram എന്ന് പറയുന്നത് ക്ലോറിൻ ആയിരിക്കും. ഓക്കെ, നമുക്ക് ഗിവൺ മാസ് ഉണ്ട് ഓരോന്നിന്റെ. 100 ഗ്രാമിൽ ഇത്രയാണ് ഓരോ ആറ്റം ഉള്ളത്. നമ്മൾ ഈ തന്നേക്കുന്നതിന് ഇതാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എല്ലാത്തിനെയും നമ്മൾ ഗ്രാം ആക്കുക. സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ്? എല്ലാത്തിനെയും നമ്മൾ നമ്പർ ഓഫ് മോൾസ് ആക്കി മാറ്റുക. ഓക്കെ, നമ്പർ ഓഫ് മോൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് മോൾസ് എന്ന് പറഞ്ഞാൽ ഗിവൺ മാസ് ബൈ അറ്റോമിക് മാസ് ആണ്. അപ്പൊ ഹൈഡ്രജൻ നമ്പർ ഓഫ് മോൾസ് എന്തായിരിക്കും? 4.07 by 1.008 അല്ലേ? അതിന്റെ കറക്റ്റ് മാസ് എടുത്ത് നമ്മൾ ചെയ്യുക. ഓക്കെ, 1.008 കാർബണിന്റെ 12.01, ക്ലോറിന്റെ 35.453. അപ്പൊ കാർബണിന്റെ 24.27 ഡിവൈഡഡ് ബൈ അതിന്റെ മോളാർ മാസ് 12.01 എടുക്കുക. പിന്നെ ക്ലോറിന്റെ എന്ത് വരും? 71.65 by 35.453.
3. അങ്ങനെ വരുമ്പോൾ നമുക്ക് നമ്പർ ഓഫ് മോൾസ് ആക്കി മാറ്റാൻ പറ്റും. അത് എത്രയാ? ഇത് നമുക്ക് 4.04 ഉണ്ട്, 2.021 ഉണ്ട്, ലാസ്റ്റ് ഇത് 2.021 ഉണ്ട്. അപ്പൊ നമുക്ക് ഇങ്ങനെ നമ്പർ ഓഫ് മോൾസ് കിട്ടി. അപ്പൊ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ് ചെയ്തത്? മാസ് പെർസെന്റേജിനെ നമ്മൾ ജസ്റ്റ് മാസ് ആക്കുന്നു. 100 ഗ്രാം എന്ന് ടോട്ടൽ കോമ്പൗണ്ട് വിചാരിക്കുന്നു. അതിനെ 100 ഗ്രാമിൽ ആ ഓരോ തന്നേക്കുന്ന മാസ് പെർസെന്റേജ് നമ്മൾ ജസ്റ്റ് ഗ്രാം ആക്കി എഴുതുന്നത് ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പ് നമ്മൾ എല്ലാത്തിനെയും നമ്പർ ഓഫ് മോൾസ് ആക്കി മാറ്റുന്നു. നമ്പർ ഓഫ് മോൾസ് എന്താ? ഗിവൺ മാസ് ബൈ മോളിക്കുലർ മാസ് ചെയ്യുന്നു, അല്ലെങ്കിൽ അറ്റോമിക് മാസ് ചെയ്യുന്നു. അത് ചെയ്യുമ്പോൾ നമുക്ക് നമ്പർ ഓഫ് മോൾസ് കിട്ടി. ഇനി കിട്ടിയ നമ്പർ ഓഫ് മോൾസിനെ നമുക്ക് അങ്ങനെ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ട് എല്ലാ നമ്പറിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന സിംപ്ലസ്റ്റ് നമ്പർ കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുക. ഓക്കെ, ഇപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഏറ്റവും ചെറിയ നമ്പർ ഇവിടെ കിട്ടിയതാ 4.04 2.021 2.021 ഉണ്ട്. ഈ കിട്ടിയേക്കുന്ന നമ്പറിൽ ഏറ്റവും ചെറുതിനെ വെച്ച് എല്ലാത്തിനെയും ഡിവൈഡ് ചെയ്യും. ഓക്കെ, ഇപ്പൊ ഇവിടെ നോക്കുമ്പോൾ രണ്ടിടത്ത് 2.021 ഉണ്ട്. 2.021 വെച്ച് ഈ മൂന്നിനെയും ഡിവൈഡ് ചെയ്യുക. അതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ്. തേർഡ് സ്റ്റെപ്പ്, 3 നമ്പറിനെയും കിട്ടിയ നമ്പറിലെ ഏറ്റവും ചെറുതിനെ വെച്ച് ഡിവൈഡ് ചെയ്യുക. അപ്പൊ 4.05 2.02 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ 2 കിട്ടും, ഇവിടെ 1 കിട്ടും, ഇവിടെ 1 കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോന്നിന്റെയും നമ്പർ കിട്ടി. ഈ നമ്പർ വേണം നമ്മൾ ഓരോ ആറ്റത്തിന് കൊടുക്കുക. അപ്പൊ H2 C1 Cl1 ഇത് നമുക്ക് ഇങ്ങനെ എഴുതാം, CH2Cl എന്ന് എഴുതാം. അപ്പൊ ഇതാണ് നമ്മൾ തന്നേക്കുന്ന കോമ്പൗണ്ടിന്റെ എംപിറിക്കൽ ഫോർമുല എന്ന് പറയുന്നത്. അപ്പൊ എംപിറിക്കൽ ഫോർമുല ഇങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, എന്താ നമ്മൾ ചെയ്തത്? ആദ്യം മാസ് പെർസെന്റേജിനെ മാസ് ആക്കുന്നു, തന്നേക്കുന്ന മാസിനെ നമ്പർ ഓഫ് മോൾസ് ആക്കുന്നു. നമ്പർ ഓഫ് മോൾസ് ആക്കിയിട്ട് ഏറ്റവും ചെറിയ നമ്പറിനെ വെച്ച് മൊത്തത്തിനെയും ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് ഓരോന്ന് എത്ര ആറ്റം എംപിറിക്കൽ ഫോർമുലയിൽ വരുന്നുണ്ടെന്ന് മനസ്സിലാവും. അത് വെച്ച് എംപിറിക്കൽ ഫോർമുല എഴുതി. എംപിറിക്കൽ ഫോർമുല നമുക്ക് കിട്ടി. ഇനി എംപിറിക്കൽ ഫോർമുലയിൽ നിന്ന് നമ്മൾ എങ്ങനെ മോളിക്കുലർ ഫോർമുലയിലേക്ക് എത്തും. ഓക്കെ, അതിനുവേണ്ടി ആദ്യം നമ്മൾ എംപിറിക്കൽ ഫോർമുലയുടെ മാസ് കണ്ടുപിടിക്കാം. എംപിറിക്കൽ ഫോർമുല മാസ് എത്ര വരും? ഇവിടെ ആണെങ്കിൽ നമുക്ക് ഒരു കാർബൺ, 2 ഹൈഡ്രജൻ, ഒരു ക്ലോറിൻ ഉണ്ട്. അങ്ങനെ വരുമ്പോൾ ഒരു കാർബണിന്റെ മാസ് 12.01 പ്ലസ് 2 ഹൈഡ്രജൻ്റെത് 2 × 1.008 പ്ലസ് ക്ലോറിൻ്റെത് 35.453. ഇതെല്ലാം കൂടെ നമുക്ക് ആഡ് ചെയ്യുമ്പോൾ എത്ര നമുക്ക് മോളാർ മാസ് കിട്ടും. എംപിറിക്കൽ ഫോർമുല മാസ് കിട്ടും. എംപിറിക്കൽ ഫോർമുല മാസ് നമുക്ക് 49.48 എന്ന് കിട്ടും. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 49.48 ഗ്രാം എന്ന് കിട്ടും. പിന്നെ നമുക്ക് ക്വസ്റ്റ്യനിൽ എന്താണ്? ക്വസ്റ്റ്യനിൽ നമ്മുടെ കോമ്പൗണ്ടിന്റെ മോളാർ മാസ് തന്നിട്ടുണ്ട്. എത്ര? 98.96 ഗ്രാം തന്നിട്ടുണ്ട്. മോളാർ മാസ് നമുക്ക് തന്നേക്കുന്നത് എന്താ? 98.96 ഗ്രാം. ഇവിടെ നമുക്ക് തന്നേക്കുന്ന എംപിറിക്കൽ ഫോർമുല മാസ് എത്രയാ? 49.48 ഗ്രാം ആണ്. അപ്പൊ നമുക്ക് എംപിറിക്കൽ ഫോർമുല അറിയാം അല്ലേ? അതിൽ നമ്മൾ മോളിക്കുലർ ഫോർമുല എങ്ങനെ എത്തുന്നത്? നമ്മൾ എംപിറിക്കൽ ഫോർമുലയുള്ള നമ്പേഴ്സിനെ ഒരു n വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് മോളിക്കുലർ ഫോർമുലയിലേക്ക് എത്തുന്നത് അല്ലേ? അപ്പൊ ഈ n നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ആ n എന്ന് പറയുന്നത് മോളാർ മാസ് ബൈ എംപിറിക്കൽ ഫോർമുല മാസ്. അപ്പൊ നമുക്ക് n കിട്ടും. അപ്പൊ അതാണെങ്കിൽ ഇവിടെ n എന്താണ്? 98.96 ബൈ 49.48. അത് നമുക്ക് 2 എന്ന് കിട്ടും അല്ലേ? ആ n = 2 നമ്മൾ എംപിറിക്കൽ ഫോർമുലയിലേക്ക് ഇൻറ്റു ചെയ്താൽ നമുക്ക് മോളിക്കുലർ ഫോർമുല കിട്ടും. ഇപ്പൊ CH2Cl മൊത്തത്തില് 2 വെച്ച് ഇൻറ്റു ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? C2H4Cl2. അപ്പൊ ഇതാണ് നമുക്ക് തന്നേക്കുന്ന കോമ്പൗണ്ടിന്റെ മോളിക്കുലർ ഫോർമുല എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ പെർസെന്റേജ് കോമ്പോസിഷനിൽ നിന്ന് എംപിറിക്കൽ ഫോർമുലയും മോളിക്കുലർ ഫോർമുലയിലേക്ക് എത്തുന്നത്. ഓക്കെ, അതിവിടെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നിട്ടുണ്ട്. നമുക്ക് ഇനി അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. അടുത്ത ടോപ്പിക്ക് സ്റ്റോഷിയോമെട്രി ആൻഡ് സ്റ്റോഷിയോമെട്രിക് കാൽക്കുലേഷൻസ്. ഓക്കെ, the word stoichiometry is derived from two Greek words stoichion and metron. Stoichion എന്ന് വെച്ചാൽ element and metron means measure. Stoichiometry thus deals with calculation of masses, sometimes volumes also of the reactants and products involved in a reaction. Stoichiometry എന്തിനാണ് നമുക്ക് വേണ്ടത്? ഒരു റിയാക്ഷനിൽ പങ്കെടുക്കുന്ന റിയാക്ടൻസിന്റെയും പ്രൊഡക്ട്സിന്റെയും മാസും വോളിയം ഒക്കെ നമ്മൾ
കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നതിനാണ് നമ്മൾ സ്റ്റോഷിയോമെട്രി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഒരു റിയാക്ഷന്റെ സ്റ്റോഷിയോമെട്രി പറയുന്നതിന് മുമ്പ് നമ്മൾ ആ റിയാക്ഷന്റെ എന്താണ് റിയാക്ഷന്റെ ഫോർമുല എഴുതുമ്പോൾ മൊത്തത്തിൽ ബാലൻസ്ഡ് ആണോ എന്ന് നോക്കണം. ഓക്കെ, നമുക്കൊരു റിയാക്ഷൻ തന്നിട്ടുണ്ട്. ഇവിടെ മീഥേന്റെ കമ്പഷൻ തന്നിട്ടുണ്ട്. മീഥേന്റെ കമ്പഷനിലൂടെ നമുക്ക് CO2വും വാട്ടറും ഉണ്ടായി. അപ്പൊ അതിന്റെ ബാലൻസ്ഡ് ഇക്വേഷൻ ആണെന്ന് വെച്ച് നോക്കാം. നമുക്ക് റിയാക്ടൻ സൈഡിൽ ഒരു കാർബൺ ഉണ്ട്, പ്രൊഡക്റ്റ് സൈഡിൽ ഒരു കാർബൺ ഉണ്ട്. റിയാക്ടൻ സൈഡിൽ 2 × 2 4 ഓക്സിജൻ ഉണ്ട്. പ്രൊഡക്റ്റ് സൈഡിൽ ഇവിടെ 2 ഓക്സിജൻ, പിന്നെ ഇവിടെ 2 ഓക്സിജൻ, ഇവിടെ 2 ഉണ്ട്. പിന്നെ റിയാക്ടൻ സൈഡിൽ 4 ഹൈഡ്രജൻ ഉണ്ട്, പ്രൊഡക്റ്റ് സൈഡിൽ 4 ഹൈഡ്രജൻ ഉണ്ട്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഈ റിയാക്ഷൻ ഇവിടെ റിയാക്ഷന്റെ ബാലൻസ്ഡ് ഇക്വേഷൻ അവിടെ എഴുതിയിരിക്കുന്നത് മനസ്സിലായി. Here, methane and dioxygen are called reactants and carbon dioxide and water are called products. Note that all the reactants and the products are gases in the above reaction, and this has been indicated by letter G in the brackets next to its formula. നമുക്ക് റിയാക്ഷനിൽ എന്താണ് എല്ലാ റിയാക്ടന്റും പ്രൊഡക്റ്റും എല്ലാം ഗ്യാസസ് ആണ്. അതുകൊണ്ട് എല്ലാത്തിന്റെ സൈഡിൽ നമ്മൾ ചെറിയ ബ്രാക്കറ്റിൽ G എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ അത് സോളിഡ് ലിക്വിഡ് ഒക്കെ ആണെങ്കിൽ സ്മോൾ എസും സ്മോൾ എല്ലും എഴുതും. അതാണ് പറയുന്നത്. The coefficients 2 for O2 and H2O are called stoichiometric coefficients. അപ്പോൾ ഇവിടെ ഓക്സിജന്റെ സൈഡിലും H2ന്റെ സൈഡിലും എന്താണ് 2 എന്ന് എഴുതിയിട്ടുണ്ട്. ഓക്കെ, ആ 2നെ നമ്മൾ വിളിക്കുന്നതാണ് സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ്. കാരണം എന്താ, അത് നമ്മൾ റിയാക്ഷനിൽ ഇക്വേഷൻ ബാലൻസ് ചെയ്യാൻ വേണ്ടി ഇട്ടാണ്. Similarly, the coefficients for CH4 and CA2 is 1 in each case. അപ്പൊ നമ്മൾ റിയാക്ടന്റെയും പ്രൊഡക്റ്റിന്റെ സൈഡിലൊന്നും നമ്പേഴ്സ് എഴുതിയിട്ടില്ലെങ്കിൽ അവിടെ അണ്ടർസ്റ്റുഡ് ആണ് അവിടുത്തെ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് 1 ആണ്. അത് നമ്മൾ സാധാരണ എഴുതാറില്ല. ഓക്കെ, these represent the number of molecules and moles taking part in the reaction or formed in the reaction. അപ്പൊ ഈ നമ്പേഴ്സ് നമ്മൾ ഇടുന്നത് എന്തിനാണ്? എത്ര മോൾ അല്ലെങ്കിൽ എത്ര മോളിക്യൂൾസ് ആണ് ആ റിയാക്ഷനിൽ പങ്കെടുക്കുന്നതെന്ന് അറിയിക്കാൻ വേണ്ടിയാണ് നമ്മൾ അത് എഴുതുന്നത്. Thus, according to the above chemical reaction, 1 mole of CH4 reacts with 2 moles of oxygen to give 1 mole of CO2 and 2 moles of H2O. എന്താണ് പറയുന്നത്? ഇവിടെ 1 മോൾ CH4 2 മോൾ O2 ആയിട്ട് റിയാക്ട് ചെയ്ത് 1 മോൾ CO2 2 മോൾ വാട്ടറും തന്നു. ഓക്കെ, അല്ലെങ്കിൽ ഒരു മോളിക്യൂൾ CH4, ഇത് മോളിന്റെ ബേസിൽ പറയാം അല്ലെങ്കിൽ മോളിക്യൂളിന്റെ ബേസിൽ. മോളിന്റെ ബേസിലാണെങ്കിൽ ഒരു CH4 2 മോൾ ഓക്സിജനായിട്ട് റിയാക്ട് ചെയ്ത് 1 മോൾ CO2 2 H2 തന്നു. അല്ലെങ്കിൽ ഒരു CH4 മോളിക്യൂൾ 2 O2 മോളിക്യൂളുമായിട്ട് റിയാക്ട് ചെയ്ത് 1 CO2 മോളിക്യൂളും 2 H2 മോളിക്യൂളും തന്നു. ഓക്കെ, അപ്പൊ അത് എങ്ങനെയാണെങ്കിലും ഇങ്ങനെ നമ്മൾ റിയാക്ഷൻ പറയാം. ഇനി അതല്ല, നമ്മൾ ഗ്യാസിന്റെ കേസിലാണെങ്കിൽ പറയുന്നതെങ്കിൽ അല്ല, ഇവിടെ STPയിലാണെങ്കിൽ 1 മോൾ ഗ്യാസ് എത്ര സ്പേസ് ഓക്യുപ്പൈ ചെയ്യുക? 22.4 ലിറ്റർ സ്പേസ് ആണ് ഓക്യുപ്പൈ ചെയ്യുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ 22.4 ലിറ്റർ CH4 റിയാക്ട്സ് വിത്ത് 2 × 22.4 എന്ന് വെച്ചാൽ 44.8 ലിറ്റർ ഓഫ് ഓക്സിജൻ ടു ഗിവ് 22.4 ലിറ്റർ ഓഫ് CO2 ആൻഡ് 44.8 ലിറ്റർ ഓഫ് H2O. എല്ലാം ബാലൻസ് ചെയ്യാൻ വേണ്ടി നമുക്ക് സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യൻസ് ഉപയോഗിക്കും. പിന്നെ അല്ലാണ്ട് മാസിന്റെ ബേസിലും പറയാം. CH4ന്റെ മോളാർ മാസ് 16 ഗ്രാം ആണ്, O2ന്റെ മോളാർ മാസ് 32 ഗ്രാം ആണ്. അവിടെ 2 മോൾ ആയതുകൊണ്ട് 2 × 32 ഗ്രാം 64 ഗ്രാം O2 ആയിട്ട്. അപ്പൊ ഇതെന്നെല്ലാം എന്താണ് മാസ് നമുക്ക് എന്താണ് എല്ലാം കൺവേർട്ട് ചെയ്യാം. നമുക്ക് മാസ് ആയിട്ട് മാറ്റാം, മോൾസ് ആയിട്ട് മാറ്റാം, നമ്പർ ഓഫ് മോളിക്യൂൾസ് ആയിട്ട് മാറ്റാം. പിന്നെ ഗ്യാസിന്റെ കേസിൽ നമുക്ക് വോളിയവും എടുക്കാം. അതാണ് നമ്മൾ ഒരു റിയാക്ഷന്റെ ഫോർമുല എഴുതിയ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യൻസ് ബാലൻസ് ചെയ്തിട്ടുള്ള ഗുണം എന്ന് പറയുന്നത്. ഇതിന് എത്ര റിയാക്ട് ചെയ്യുന്നു, എത്ര പ്രൊഡക്റ്റ് ഉണ്ടാകുന്നു എന്നൊക്കെ നമുക്ക് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റും. അടുത്ത നമ്മൾ പഠിക്കേണ്ട കോൺസെപ്റ്റ് ലിമിറ്റിംഗ് റിയേജന്റ് ആണ്. Many a time reactions are carried out with the amount of reactants that are different than the amounts as required by a balanced chemical reaction. In such situations, one reactant is in more amount than the amount required by the balanced chemical reaction. ചില സമയത്ത് എന്താണ് നമുക്ക് റിയാക്ഷൻ പങ്കെടുക്കുമ്പോൾ നമുക്ക് ഈ റിയാക്ഷനിൽ ജസ്റ്റ് നോക്കാം. അപ്പൊ ഇവിടെ 16 ഗ്രാം മീഥേൻ ആരുമായിട്ട് റിയാക്ട് ചെയ്തു? 64 ഗ്രാം ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്തു. ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനെ തന്നെ വിചാരിക്കാം. നമുക്ക് 64 ഗ്രാം ഓക്സിജൻ തന്നിട്ടുണ്ട്, പക്ഷെ നമുക്ക് 32 ഗ്രാം മീഥേനും തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എങ്ങനെ ആലോചിക്കും? ഇപ്പൊ നമുക്കിവിടെ
16 ഗ്രാം മീഥേനായിട്ട് റിയാക്ട് ചെയ്യാൻ എന്താണ് 64 ഗ്രാം ഓക്സിജൻ തന്നെ വേണം. ഓക്കെ, അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഈ 32 ഗ്രാം CH4 ഇന്ന് 16 ഗ്രാം CH4 ആരുമായിട്ട് റിയാക്ട് ചെയ്യും? ഈ 64 ഗ്രാം O2 ആയിട്ട് റിയാക്ട് ചെയ്യും. അപ്പൊ അവിടെ റിയാക്ട് ചെയ്യാണ്ട് നിൽക്കുന്ന 16 ഗ്രാം CH4 ഉണ്ട് അല്ലേ? കാരണം പിന്നെ ഇവിടെ റിയാക്ട് ചെയ്യാൻ ഓക്സിജൻ ഇല്ല. ആകെ ഉണ്ടായിരുന്ന 64 ഗ്രാം ഓക്സിജൻ 15 ഗ്രാം CH4 ആയിട്ട് റിയാക്ട് ചെയ്തു. പിന്നെ ബാക്കി വന്ന 16 ഗ്രാം CH4 ആയിട്ട് റിയാക്ട് ചെയ്യാൻ അവിടെ ഓക്സിജൻ ഇല്ല. അപ്പൊ അവിടെ ഓക്സിജൻ ആണ് കുറവ്. അപ്പൊ കുറവുള്ള റിയേജന്റിന് അല്ലെങ്കിൽ റിയാക്ടന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ലിമിറ്റിംഗ് റിയേജന്റ് അല്ലേ? ആ റിയാക്ഷൻ ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ട റിയേജന്റ് അവിടെ അല്ലെങ്കിൽ റിയാക്ടന്റ് അവിടെ ഇല്ല. അങ്ങനെയുള്ള റിയാക്ടന്റിനെ നമ്മൾ വിളിക്കുന്നതാണ് ലിമിറ്റിംഗ് റിയേജന്റ് എന്നുള്ളത്. ഓക്കെ, the reactant which is present in the least amount gets consumed after some time. അപ്പം കുറവുള്ള റിയാക്ടന്റ് കൂടുതലുള്ള റിയാക്ടന്റ് ആയിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള കൂടുതലുള്ള റിയാക്ടന്റ് കുറച്ച് ബാക്കി അവിടെ വരും. ഓക്കെ, hence the reactant which gets consumed first limits the amount of product. അതെ, ആദ്യം തീരുന്ന റിയാക്ടന്റ് അല്ലേ, അത് തീർന്നു കഴിഞ്ഞാൽ പിന്നെ റിയാക്ഷൻ മുമ്പോട്ട് പോകത്തില്ല. അപ്പൊ ആദ്യം തീരുന്ന റിയാക്ടന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലിമിറ്റിംഗ് റിയേജന്റ്, അല്ലെങ്കിൽ കുറവുള്ള റിയാക്ടന്റിനെ നമ്മൾ വിളിക്കുന്നതാണ് ലിമിറ്റിംഗ് റിയേജന്റ് എന്നുള്ളത്. ഓക്കെ, ഈ 3 ഇക്വേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ഇത് 3 ബാലൻസ്ഡ് ആണോ അല്ലേ നമുക്ക് നോക്കാം. നമുക്ക് റിയാക്ടൻ ഫസ്റ്റ് ഇക്വേഷനിൽ റിയാക്ടൻ സൈഡിൽ 4 അയൺ ഉണ്ട് അല്ലേ? പ്രൊഡക്റ്റ് സൈഡിൽ നമുക്ക് 4 അയൺ ഉണ്ട്. പിന്നെ ഇപ്പുറത്ത് റിയാക്ഷൻ സൈഡിൽ നമുക്ക് 6 ഓക്സിജൻ ഉണ്ട്. പ്രൊഡക്റ്റ് സൈഡിൽ നമുക്ക് 6 ഓക്സിജൻ ഉണ്ട്. O3 2H ഇൻറ്റു ചെയ്യുമ്പോൾ O6 6 ഓക്സിജൻ ഒക്കെ ഉണ്ട്. അപ്പൊ ഫസ്റ്റ് ഇക്വേഷൻ ഇവിടെ ബാലൻസ്ഡ് ഇക്വേഷൻ ആണ്. ഇനി സെക്കൻഡ് ഇക്വേഷൻ നോക്കുകയാണെങ്കിൽ റിയാക്ടൻ സൈഡിൽ 2 mg ഉണ്ട്, പ്രൊഡക്റ്റ് സൈഡിൽ 2 mg ഉണ്ട്. റിയാക്ടൻ സൈഡിൽ 2 ഓക്സിജൻ ഉണ്ട്, പ്രൊഡക്റ്റ് സൈഡിൽ നമുക്ക് 2 ഓക്സിജൻ ഉണ്ട്. ഓക്കെ, തേർഡ് ഇക്വേഷൻ നോക്കുകയാണെങ്കിൽ റിയാക്ടൻ സൈഡിൽ 4 ഫോസ്ഫറസ് ഉണ്ട്, പ്രൊഡക്റ്റ് സൈഡിൽ 4 ഫോസ്ഫറസ് ഉണ്ട്. റിയാക്ടൻ സൈഡിൽ 2 ഓക്സിജൻ ഉണ്ട്, പക്ഷെ പ്രൊഡക്റ്റ് സൈഡിൽ നമുക്ക് 10 ഓക്സിജൻ ഉണ്ട്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഈ മൂന്നാമത്തെ ഇക്വേഷൻ നമുക്ക് ബാലൻസ്ഡ് ഇക്വേഷൻ അല്ല. അതുകൊണ്ട് മൂന്നാമത്തെ ഇക്വേഷൻ നമുക്ക് ഇവിടെ അൺബാലൻസ്ഡ് ഇക്വേഷൻ ആയിട്ട് തന്നിട്ടുണ്ട്. ഓക്കെ, ഇത് ബാലൻസ്ഡ് ആക്കണമായിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമായിരുന്നു? നമുക്ക് എന്താണ് റിയാക്ടൻ സൈഡ് പ്രൊഡക്റ്റ് സൈഡിൽ 10 ഓക്സിജൻ ഉണ്ട്, പക്ഷെ റിയാക്ടൻ സൈഡിൽ നമുക്ക് 2 ഓക്സിജനേ ഉള്ളൂ. ഇപ്പൊ 2 ഓക്സിജൻ 10 ആക്കണമെങ്കിൽ നമ്മൾ അതിനെ 5 വെച്ച് ഇൻറ്റു ചെയ്യും അല്ല, അതാണ് നമ്മൾ ചെയ്യുന്നത്. 5 വെച്ച് ഇട്ട് കൊടുത്താൽ ഇപ്പൊ നമ്മൾ എന്തായി? ഈ ഇക്വേഷൻ നമുക്ക് ബാലൻസ്ഡ് ആയി. അതാണ് നമ്മൾ പിന്നെ താഴെ ഇവിടെ പറയുന്നത് കേട്ടോ. നമ്മള് O2 മാറ്റി 5O2 ഇട്ട് കൊടുത്തു. അപ്പൊ ഈ റിയാക്ഷൻ ബാലൻസ്ഡ് ആയി. Now let us take combustion of propane. Propane formula C3H8. This equation can be balanced in steps. അപ്പൊ നമുക്ക് പ്രൊപ്പൈൻ്റെ കമ്പഷൻ ബാലൻസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ പ്രൊപ്പൈൻ്റെ ഫോർമുല എന്താണ്? C3H8 ആണ്. ആൽക്കൈൻസിന്റെ ജനറൽ ഫോർമുല എന്താ? CnH2n+2 ആണ്. പ്രൊപ്പൈനിൽ ഇപ്പൊ കാർബണിന്റെ നമ്പർ n വാല്യൂ 3 ആവും. അപ്പം C3H2 × 3+2 അപ്പം C3H8 അതാണ് പ്രൊപ്പൈന്റെ ഫോർമുല. നമുക്കറിയാം ഏതൊരു ഹൈഡ്രോ കാർബൺ കമ്പഷൻ ചെയ്താൽ നമുക്ക് കിട്ടുന്ന പ്രൊഡക്ട്സ് എന്താണ്? CO2H2 ആണ്. അപ്പൊ C3H8 നമ്മൾ കമ്പഷൻ നടത്തും, നമുക്ക് എന്ത് കിട്ടുന്നു? CO2+H2. ഓക്കെ, അപ്പൊ നമ്മളിങ്ങനെ ഹൈഡ്രോ കാർബൺസിന്റെ കമ്പഷൻ വരുന്നു. അപ്പൊ ആദ്യം നമ്മൾ ബാലൻസ് ചെയ്യാനുള്ളത് എന്താണ്? കാർബണിന്റെ നമ്പർ ആണ് നമ്മൾ ആദ്യം ബാലൻസ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ ലെഫ്റ്റ് സൈഡ് നോക്കുമ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ റിയാക്ടൻ സൈഡിൽ നമുക്ക് 3 കാർബൺ കാണുന്നുണ്ട്. പക്ഷെ നമ്മൾ റൈറ്റിലോട്ട് വരുമ്പോൾ CO2 ഒരു ഒറ്റ കാർബണെ കാണുന്നുള്ളൂ. അപ്പൊ നമ്മൾ ആദ്യം കാർബണെ ബാലൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം റൈറ്റ് സൈഡിൽ പ്രോഡക്റ്റ് സൈഡിൽ നമ്മൾ 3 കാർബൺ ആക്കുന്നു. അപ്പൊ അതിന് വേണ്ടി നമ്മളിവിടെ സ്റ്റോയിയോമെട്രിക് കോഎഫിഷ്യന്റ് 3 ഇടും. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ നമുക്ക് റിയാക്ടൻ സൈഡിലും പ്രൊഡക്റ്റ് സൈഡിലും കാർബൺ ബാലൻസ്. ഓക്കെ, അതിനുശേഷം നമ്മൾ ഹൈഡ്രജന്റെ എണ്ണമാണ് ബാലൻസ് ചെയ്യുന്നത്. അപ്പൊ ആദ്യം ഇതാണ് ഒരു ഓർഡർ. ആദ്യം കാർബൺ, പിന്നെ ഹൈഡ്രജൻ, പിന്നെ ഓക്സിജൻ. ഓക്കെ, അപ്പൊ നമ്മൾ കാർബൺ ബാലൻസ് ചെയ്ത് കഴിഞ്ഞു. അടുത്ത നമ്മൾ ബാലൻസ് ചെയ്യുന്നത് ഹൈഡ്രജൻ ആണ്. അപ്പൊ ഹൈഡ്രജൻ ഏതാ? ഇവിടെ റിയാക്ടൻ സൈഡ് നോക്കുമ്പോൾ നമുക്ക് 8 ഹൈഡ്രജൻ ഉണ്ട്. ഓക്കെ, പക്ഷേ പ്രൊഡക്റ്റ് സൈഡിൽ നമുക്ക് 2 ഹൈഡ്രജൻ ഉള്ളൂ. രണ്ടിനെ 8 ആക്കാൻ നമ്മൾ 4 വെച്ച് ഇൻറ്റു ചെയ്യുക. ഇവിടെ നമ്മൾ 4 എഴുതുന്നു. ഓക്കെ, ഇനി നമ്മൾ
ഓക്സിജൻ ബാലൻസ് ചെയ്യാത്ത മൂന്നാമത്തെ സ്റ്റെപ്പിൽ ഓക്സിജൻ ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ റിയാക്ടിങ് സൈഡിൽ 2 ഓക്സിജനേ ഉള്ളൂ അല്ലേ. പ്രൊഡക്റ്റ് സൈഡിൽ ഇവിടെ 2 × 3 ഇവിടെ 6 ഓക്സിജൻ ഉണ്ട്, ഇവിടെ 4 ഓക്സിജനും ഉണ്ട്. എന്ന് വെച്ചാൽ പ്രൊഡക്റ്റ് സൈഡിൽ നമുക്ക് 10 ഓക്സിജനും റിയാക്ടൻസ് സൈഡിൽ നമുക്ക് 2 ഓക്സിജനേ ഉള്ളൂ. അപ്പൊ 2നെ 10 നമ്മൾ എന്ത് വെച്ച് എന്ത് ചെയ്യുക, 5 വെച്ച് നമ്മൾ ഇന്ത് ചെയ്യുക. അപ്പൊ നമ്മൾ റിയാക്ടൻസ് സൈഡിൽ ഓക്സിജന്റെ കൂടെ ഒരു 5 ഇട്ടുള്ളൂ. പിന്നെ നമ്മൾ എല്ലാം ബാലൻസ്ഡ് ആയോ നോക്കാം. ലെഫ്റ്റ് സൈഡിൽ കാർബൺ 3, റൈറ്റ് സൈഡിൽ എന്താണ് പ്രൊഡക്റ്റ് സൈഡിലും 3 കാർബൺ. റിയാക്ടൻസ് സൈഡിൽ 8 ഹൈഡ്രജൻ, പ്രൊഡക്റ്റ് സൈഡിലും 8 ഹൈഡ്രജൻ. റിയാക്ടൻസ് സൈഡിൽ 10 ഓക്സിജൻ, പ്രൊഡക്റ്റ് സൈഡിലും നമുക്ക് ഇവിടെ 10 ഓക്സിജൻ ആയി അല്ലേ. അങ്ങനെ നോക്കുമ്പോൾ ഈ ഇക്വേഷൻ നമ്മളിപ്പം ബാലൻസ്ഡ് ആയി. അപ്പൊ അതാണ് ആ ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്, സ്റ്റെപ്പ് ആയിട്ട് പറയുന്നത്. ആദ്യം നമ്മൾ ഇവിടെ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ബാലൻസ് ചെയ്തു, എന്നിട്ട് നമ്മൾ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആയിട്ട് ബാലൻസ് ചെയ്തു, എന്നിട്ട് നമ്മൾ ഓക്സിജൻ ആറ്റംസിനെ ബാലൻസ് ചെയ്തു, എന്നിട്ട് നമ്മളെല്ലാം കറക്റ്റ് ആണ് നോക്കി. അപ്പൊ അത് സ്റ്റെപ്പ് ആയിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ബാലൻസിങ് കഴിഞ്ഞുകൊണ്ട് ഇനി റിയാക്ഷൻസ് ഇൻ സൊല്യൂഷൻ. The majority of reactions in the laboratories are carried out in solutions. Therefore, it is important to understand how the amount of substance is expressed when it is present in solution. നമ്മൾ ലാബിൽ മെജോറിറ്റി റിയാക്ഷൻ സൊല്യൂഷൻ ഫേസിലാണ് നടത്തുന്നത്. അതുകൊണ്ട് നമ്മൾ ആ സൊല്യൂഷൻ ആയതുകൊണ്ട് ഈ സൊല്യൂഷനിൽ എത്ര സബ്സ്റ്റൻസ് ഉണ്ട് അല്ലെങ്കിൽ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് എത്രയാണെന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ പലതരം കോൺസെൻട്രേഷൻ ടേംസ് പഠിക്കാനുണ്ട് അല്ലേ. ആ പലതരം കോൺസെൻട്രേഷൻ ടേംസ് ഏതൊക്കെയാണ്? ഒന്ന് നമ്മൾ മാസ് പെർസെന്റേജ്, അത് നമ്മൾ ഓൾറെഡി കണ്ടതാണ്. H2 എക്സാമ്പിൾ എടുത്ത് നമ്മൾ പറഞ്ഞ കാര്യമാണ്. മാസ് പെർസെന്റേജ് ഉണ്ട്, മോൾ ഫ്രാക്ഷൻ ഉണ്ട്, മൊളാലിറ്റി ഉണ്ട്. ഈ കോൺസെൻട്രേഷൻ ടേംസ് എങ്ങനെയാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ആദ്യം നമുക്ക് പറയാനുള്ളത് മാസ് പെർസെന്റേജ് ആണ്. മാസ് പെർസെന്റേജ് ഫോർമുല എന്താണ്? മാസ് ഓഫ് സൊല്യൂട്ട് ബൈ മാസ് ഓഫ് സൊല്യൂഷൻ ഇൻറ്റു 100. ഓക്കെ, ഇപ്പം സൊല്യൂഷനിലുള്ള സൊല്യൂട്ടിന്റെ മാസ് എത്ര, അത് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് ഓഫ് ദി സൊല്യൂഷൻ, അത് ഇൻറ്റു 100. അത് ചെയ്യുമ്പോൾ നമുക്ക് മാസ് പെർസെന്റേജ് കിട്ടും. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു എക്സാമ്പിൾ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. A solution is prepared by adding 2 grams of a substance A to 18 grams of water. Okay, calculate the mass percentage of solute. അപ്പൊ നമുക്ക് ഇവിടെ ഒരു സബ്സ്റ്റൻസ് A തന്നിട്ടുണ്ട്, അതിന്റെ മാസ് 2 gram തന്നിട്ടുണ്ട്. അത് നമ്മൾ എത്ര ഗ്രാം വാട്ടറിൽ ഇട്ടത്? 18 gram വാട്ടറിലാണ് ഇട്ടേക്കുന്നത്. വാട്ടർ നമുക്ക് 18 gram തന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ മാസ് പെർസെന്റ് ഓഫ് എ എന്ന് പറയുന്നത് എന്താണ്? മാസ് ഓഫ് എ ബൈ മാസ് ഓഫ് സൊല്യൂഷൻ, അത് ഇൻറ്റു 100 ആണ് അല്ലേ. അപ്പൊ മാസ് ഓഫ് എ എന്താണ്? 2 gram തന്നെയാണ്. മാസ് ഓഫ് സൊല്യൂഷൻ ഇവിടെ ആലോചിക്കുക, നമ്മൾ എടുത്തേക്കുന്ന വാട്ടറിന്റെ വെയിറ്റ് അല്ല വേണ്ടത്, മാസ് ഓഫ് സൊല്യൂഷൻ ആണ്. ഇപ്പൊ ഈ സൊല്യൂഷനിൽ നമ്മൾ എന്തായി, സൊല്യൂഷൻ എങ്ങനെയാണ് നമ്മൾ എയും വാട്ടറും കൂടെ മിക്സ് ചെയ്താണ് സൊല്യൂഷൻ ആക്കിയത്. അപ്പൊ അങ്ങനെ ഒരു മാസ് ഓഫ് സൊല്യൂഷനിൽ ഈ രണ്ടിന്റെയും വെയിറ്റ് നമ്മൾ എടുക്കണം അല്ലേ. അപ്പൊ മാസ് ഓഫ് സൊല്യൂഷൻ എന്ന് വെച്ചാൽ മാസ് ഓഫ് എ പ്ലസ് മാസ് ഓഫ് വാട്ടർ ആണ്, അത് ഇൻറ്റു 100. അപ്പൊ എന്ത് വരും? 2/2 പ്ലസ് 18 ഇൻറ്റു 100 എന്ന് വെച്ചാൽ 2/20 ഇൻറ്റു 100 എന്ന് വെച്ചാൽ 10% എന്ന് കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ മാസ് പെർസെന്റേജ് കാണുന്നത്. ഓക്കെ, അടുത്ത നമുക്ക് പറയാനുള്ളത് മോൾ ഫ്രാക്ഷൻ. അപ്പൊ എന്താണ് മോൾ ഫ്രാക്ഷൻ? ഇറ്റ് ഈസ് ദി റേഷ്യോ ഓഫ് നമ്പർ ഓഫ് മോൾസ് ഓഫ് എ പാർട്ടിക്കുലർ സൊല്യൂഷൻ കോമ്പോണന്റ് ടു ദി ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ദി സൊല്യൂഷൻ. മോൾ ഫ്രാക്ഷൻ ഫോർമുല എന്താണ്? നമ്പർ ഓഫ് മോൾസ് ബൈ നമ്പർ ഓഫ് മോൾസ് ഓഫ് സബ്സ്റ്റൻസ് ബൈ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂഷൻ. ഓക്കെ, ഇങ്ങനെ ആലോചിക്കാം, നമുക്ക് ഒരു സബ്സ്റ്റൻസ് എ ഒരു സോൾവെന്റ് ബിയിൽ നമ്മൾ മിക്സ് ചെയ്യാം. അപ്പൊ എ ആണ് ഇവിടുത്തെ സൊല്യൂട്ട്, ബി സോൾവെന്റ്, അല്ലെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ രണ്ട് സബ്സ്റ്റൻസ് കമ്പൈൻ ചെയ്ത് നമ്മൾ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കുന്നു, എയും ബിയും. ഓക്കെ, മോൾ ഫ്രാക്ഷൻ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് കൈ വെച്ചാണ്. ഇതാണ് കൈ സിമ്പിൾ. അപ്പൊ മോൾ ഫ്രാക്ഷൻ ഓഫ് എ ആണെങ്കിൽ നമ്മൾ ഇങ്ങനെയാണ് എഴുതുക. മോൾ ഫ്രാക്ഷൻ ഓഫ് എയുടെ ഫോർമുല എന്താണ്? നമ്പർ ഓഫ് മോൾസ് ഓഫ് എ ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ്. ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് എന്ന് പറഞ്ഞപ്പോൾ എന്തായിരിക്കും? NA നമ്പർ ഓഫ് മോൾസ് ഓഫ് എ പ്ലസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ബി. അതേപോലെ മോൾ ഫ്രാക്ഷൻ ഓഫ് ബി നമ്മൾ എങ്ങനെ എഴുതും? നമ്പർ ഓഫ് മോൾസ് ഓഫ് ബി ബൈ നമ്പർ ഓഫ് ടോട്ടൽ നമ്പർ ഓഫ് മോൾസ്. അല്ലേ, ഇതാണ് മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിക്കുന്ന ഫോർമുല. ഓക്കെ, അടുത്ത നമുക്ക് പറയാനുള്ളത്
മൊളാരിറ്റി ആണ്. എന്താണ് മൊളാരിറ്റി? ഇറ്റ് ഈസ് ദ മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് യൂണിറ്റ്. അപ്പൊ അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. ദാറ്റ് ഇസ് ഡിനോട്ടഡ് ബൈ ക്യാപിറ്റൽ എം. അപ്പൊ മൊളാരിറ്റിയുടെ സിമ്പിൾ ആണ് ക്യാപിറ്റൽ എം. It is defined as the number of moles of the solute in 1 liter of the solution. അപ്പൊ ഒരു ലിറ്ററിൽ എത്ര നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഉണ്ട്, ഒരു ലിറ്റർ ഓഫ് സൊല്യൂഷനിൽ എത്ര നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഉണ്ട്, അതാണ് മൊളാരിറ്റി. അപ്പൊ മൊളാരിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റേഴ്സ്. Suppose we have 1 molar solution of a substance, say NaOH, and we want to prepare a 0.2 molar solution from it. 1 molar NaOH എന്ന് പറഞ്ഞാൽ എന്താ? ഒരു മോൾ NaOH 1 ലിറ്റർ സൊല്യൂഷനിലുണ്ട്. അപ്പൊ 0.2 മോളർ സൊല്യൂഷൻ നമ്മൾ ഉണ്ടാക്കണമെങ്കിൽ എന്താണ്? 1 ലിറ്റർ സൊല്യൂഷനിൽ 0.2 മോൾസേ ഉണ്ടാവാൻ പാടുള്ളൂ. നമുക്കറിയാം മൊളാരിറ്റി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ബൈ സൊല്യൂഷൻ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റേഴ്സ്. ഇതാണ് മൊളാരിറ്റിയുടെ ഫോർമുല, M=N/V. അപ്പൊ നമുക്ക് 1 മോളാർ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 മോൾ ഇൻ 1 ലിറ്റർ സൊല്യൂഷൻ. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് നമ്മുടെ കൈ തന്നിട്ടുണ്ടെന്ന് വിചാരിക്കും. നമുക്ക് ഇതിൽ നിന്ന് 0.2 മോളർ സൊല്യൂഷൻ കിട്ടണം. 0.2 മോളർ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എത്ര? 0.2 മോൾസ് ഇൻ 1 ലിറ്റർ സൊല്യൂഷൻ. ഓക്കെ, അതാണ് നമുക്ക് വേണ്ടത്, അതാണ് പറയുന്നത്. Hence, for making a 0.2 molar solution from 1 molar solution, we have to take that volume of 1 molar NaOH solution which contains 0.2 mole of NaOH and dilute the solution with water to 1 liter. അപ്പൊ നമുക്ക് ഈ 1 molar സൊല്യൂഷനിൽ നിന്ന് 0.2 molar സൊല്യൂഷൻ കിട്ടണമെങ്കിൽ എന്താണ്? നമ്മൾ ഈ 1 molar സൊല്യൂഷനിൽ നിന്ന് 0.2 മോൾസ് എത്രയാണോ വരുന്നത് അത്രയും വോളിയം നമ്മൾ എടുക്കുക, എന്നിട്ട് അതിനെ ഡൈല്യൂട്ട് ചെയ്ത് 1 ലിറ്ററിലോട്ട് ആക്കുക. ഓക്കെ, 0.2 മോൾ എത്തിലാണ് വരുന്നത് നമുക്ക് നോക്കാം. 1 ലിറ്ററിൽ നമുക്ക് 1 മോൾ ഉണ്ട് അല്ലെ? അപ്പം യൂണിറ്റ് എക്സ് ലിറ്ററിൽ നമുക്ക് എക്സ് മോൾ ഉണ്ട്, അതാണ് ഇവിടുത്തെ ലോജിക്ക്. അപ്പൊ നമുക്ക് ഇവിടെ എത്ര 0.2 മോൾ ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ 0.2 മോൾ ഇപ്പൊ എത്രയിലായിരിക്കും ഉണ്ടാവുക? 0.2 മോൾ എത്രയിലുണ്ടാവും? 0.2 ലിറ്ററിലായിരിക്കും ഉണ്ടാവും. എന്ന് വെച്ചാല് 200 ml ആണ് നമുക്ക് 0.2 മോൾ ഉള്ളത്. അപ്പൊ നമ്മൾ ഈ തന്നേക്കുന്ന സൊല്യൂഷനിൽ നിന്ന് 0.2 മോളർ സൊല്യൂഷൻ ഉണ്ടാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ 200 ml ഓഫ് സൊല്യൂഷൻ എടുക്കുക, എന്നിട്ട് നമ്മൾ അതിനെ ഡൈല്യൂട്ട് ചെയ്ത് 1 ലിറ്റർ ആക്കുക. അപ്പൊ നമുക്ക് 0.2 മോളർ സൊല്യൂഷൻ കിട്ടും. ഓക്കെ, ഇനി അതല്ല, നമുക്ക് വേറൊരു ഫോർമുല വെച്ച് നമുക്ക് ജസ്റ്റ് ഫോർമുല വെച്ച് ചെയ്യണമെങ്കിൽ എന്താ? നമുക്കറിയാം മൊളാരിറ്റിയുടെ ഫോർമുല എന്ന് പറയുന്നത് M=N/V ആണ് അല്ലേ? നമുക്ക് വേണ്ടത് എത്ര? 0.2 മോൾസ് ആണ് വേണ്ടത്. ഇതിൽ നിന്ന് നമുക്ക് N=MV എന്നുള്ള ഫോർമുലയും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇത് പല പ്രോബ്ലത്തിൽ നമുക്ക് ആവശ്യമായിട്ട് വരും. അപ്പൊ ഈ ഫോർമുല ജസ്റ്റ് ഒന്ന് ഇതായിരിക്കണം മനസ്സിലാദ്യം വരണം, N=MV എന്നുള്ള ഫോർമുല. ഓക്കെ, thus 200 ml of 1 molar NaOH are taken in enough water added diluted to make 1 liter. അപ്പൊ നമ്മൾ 200 ml എടുത്ത് ഡൈല്യൂട്ട് ചെയ്ത് 1 ലിറ്റർ ആക്കി, അതാണ് അവിടെ ചെയ്തത്. In fact, for such calculations, the general formula M1V1=M2V2, where M and V are molarity and volume respectively can be used. അപ്പൊ നമ്മളിവിടെ നമ്പർ ഓഫ് മോൾസ് ഇക്വേറ്റ് ചെയ്താണ് ചെയ്യുന്നത്. അപ്പം M1V1=M ചെയ്താൽ M1V1=M2V2 എന്ന ഫോർമുല വെച്ചിട്ട് ചെയ്യാം. അപ്പൊ ആദ്യത്തെ M1 എന്താ? നമുക്ക് ആദ്യം 1 മോളർ സൊല്യൂഷൻ ആയിരുന്നു, അതിന്റെ വോളിയം എത്രയായിരുന്നു? 1 ലിറ്റർ ആയിരുന്നു. അതിക്വൽ രണ്ടാമത് വേണ്ട മൊളാരിറ്റി എത്രയാണ്? 0.2 മോളാർ ആണ് വേണ്ടത്, അതിന്റെ വോളിയം എത്ര നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ V എന്ത് വരും? 1/0.2 എന്ന് വരും, =5 വരും. ഇത് തെറ്റിപ്പോയെടുത്തത്. നമുക്ക് വേണ്ടത് M2 ആണ്. അപ്പൊ ആദ്യം നമുക്ക് M1 ഉണ്ട്, നമുക്ക് എത്ര വോളിയം ഇതിന് എടുക്കണമെന്ന് നമുക്ക് അറിഞ്ഞൂടാ അല്ലേ? നമുക്ക് 1 ലിറ്റർ സൊല്യൂഷൻ 1 മോളർ സൊല്യൂഷൻ നമുക്ക് എത്ര ലിറ്റർ ഓഫ് സൊല്യൂഷൻ നമുക്ക് എടുക്കണമെന്ന് അറിഞ്ഞൂടാ, നമുക്ക് രണ്ടാമത് ഉണ്ടാക്കേണ്ട സൊല്യൂഷനിൽ. അപ്പൊ അതാണ് നമ്മൾ V1 ആയിട്ട് എടുക്കുക. അത് M2 M2 എത്ര നമുക്ക് വേണ്ടത്? 0.2 നമുക്ക് വേണ്ടത് 1 ലിറ്റർ സൊല്യൂഷൻ ആണ്. അപ്പൊ V1 എന്ത് വരും? 0.2 1 അല്ലെങ്കിൽ 0.2 ലിറ്റർ എന്ന് വെച്ചാൽ 200 ml എന്ന് കിട്ടും. ഓക്കെ, അത് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും.
അടുത്ത നമുക്ക് പറയാനുള്ളത് നാലാമത്തെ ടേം ഏതാണ്? മൊലാലിറ്റി. മൊലാലിറ്റി നമ്മൾ സ്മോൾ എം വെച്ചാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ക്യാപിറ്റൽ എം എന്ന് പറയുന്നത് മൊളാരിറ്റിയും സ്മോൾ എം എന്ന് പറയുന്നത് മൊളാരിറ്റിയാണ്. മൊലാലിറ്റി ഡെഫിനിഷൻ എന്താണ്? ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദി നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പ്രസന്റ് ഇൻ 1 kg ഓഫ് സോൾവെന്റ്. ഇപ്പം 1 kg സോൾവെന്റിൽ എത്ര മോൾസ് ഓഫ് സൊല്യൂട്ട് ഉണ്ട്, അതാണ് മൊലാലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ നമുക്കിവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എന്താണ്? ഡെൻസിറ്റി ഓഫ് 3 molar സൊല്യൂഷൻ ഓഫ് NaCl ഈസ് 1.25 gram per ml. കാൽക്കുലേറ്റ് ദി മൊലാലിറ്റി ഓഫ് സൊല്യൂഷൻ. ഓക്കെ, അത് നമുക്ക് ജസ്റ്റ് ചെയ്ത് നോക്കാം. നമുക്ക് എന്താണ് ഇവിടെ ഒരു ക്വസ്റ്റ്യനിൽ ഡെൻസിറ്റി വന്നിട്ടുണ്ട് അല്ലേ? ഡെൻസിറ്റി എന്ന് പറയുന്നത് നമുക്ക് 1.25 gram per ml വന്നിട്ടുണ്ട്. എന്തിന്റെ ഇത്? NaCl ഡെൻസിറ്റിയാണ് തന്നിരിക്കുന്നത്. അതിന്റെ മൊളാരിറ്റിയും തന്നിട്ടുണ്ട്. എത്ര? 3 molar. 3 molar എന്ന് പറഞ്ഞാൽ എന്താ? 3 ഈക്വൽ ടു എന്താണ് നമുക്ക് തന്നിരിക്കുന്നത്? ഈക്വൽ ടു N/V ആണ്. ഈ സൊല്യൂഷന്റെ മൊളാരിറ്റിയാണ് വേണ്ടത്. അപ്പൊ നമുക്ക് 1 ലിറ്റർ സൊല്യൂഷൻ ആണ് തന്നേക്കുന്നത് വിചാരിക്കാം അല്ലേ? അപ്പൊ N ഈക്വൽ ടു എന്ത് വരും? 3 ഇൻറ്റു വോളിയം വരും. 1 എന്ന് വെച്ചാല് 3 എന്ന് വരും. അപ്പൊ ഇവിടെ മാസ് ഓഫ് NaCl എന്താ വരിക? നമുക്കറിയാം, ഒരു മോൾ NaCl മോളാർ മാസ് എന്ന് പറയുന്നത് എന്താ? 23.3 പ്ലസ് സോഡിയത്തിന്റെ മാസ് 23 ആണ്. 23 പ്ലസ് 35.5 എന്നുവെച്ചാല് 58.5. അതാണ് NaCl മോളാർ മാസ്. അപ്പം ഇവിടെ നമുക്ക് 3 മോൾ NaCl ഉണ്ട് എന്ന് വെച്ചാൽ മാസ് ഓഫ് ക്ലോറിൻ എത്ര? NaCl എത്രയാണ്? 3 ഇൻറ്റു 58.5 എന്ന് വരും. എന്ന് വെച്ചാൽ എത്ര? 175.5 എന്ന് നമുക്ക് കിട്ടി. ഇതാണ് മാസ് ഓഫ് NaCl. നമുക്ക് മൊളാരിറ്റി കണ്ടുപിടിക്കാൻ എന്താ വേണ്ടത്? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ബൈ മാസ് ഓഫ് സോൾവെന്റ് ഇൻ kg അല്ലേ? ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് എന്താണ്? ഇതിന് നമുക്ക് നമ്പർ ഓഫ് മോൾസ് അറിയാം, പക്ഷെ നമുക്ക് സോൾവെന്റിന്റെ മാസ് അറിഞ്ഞുകൂടാ അല്ലേ? നമുക്കിവിടെ 1 ലിറ്റർ സൊല്യൂഷൻ ആണ് നമ്മൾ എടുത്തത്. ഡെൻസിറ്റി എന്ന് പറഞ്ഞു നമുക്കറിയാം, ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം. അപ്പൊ നമുക്ക് സൊല്യൂഷന്റെ മാസ് എത്രയാ? മാസ് ഓഫ് സൊല്യൂഷൻ എന്ന് പറയുന്നത് എത്രയാ? ഡെൻസിറ്റി ഇൻറ്റു വോളിയം ആണ്. ഇപ്പൊ ഡെൻസിറ്റി എന്നൊക്കെ എത്രയാ? 1.25 gram per ml ആണ്. ഇപ്പൊ വോളിയം നമ്മൾ 1 ലിറ്റർ എടുത്താൽ അതിന് ml ആക്കുമ്പോൾ 1000 ആക്കും. എന്ന് വെച്ചാൽ 1250 അതാണ് ഇവിടുത്തെ മാസ് ഓഫ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. 1250 gram എന്ന് പറയുന്നത്. നമുക്കറിയാം, മാസ് ഓഫ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? മാസ് ഓഫ് സൊല്യൂട്ട് പ്ലസ് മാസ് ഓഫ് സോൾവെന്റ് ആണ് അല്ലേ? അപ്പൊ അതിൽ നിന്ന് നമുക്ക് മാസ് ഓഫ് സോൾവെന്റ് എങ്ങനെ കിട്ടും? മാസ് ഓഫ് സൊല്യൂഷൻ മൈനസ് മാസ് ഓഫ് സൊല്യൂട്ട്. മാസ് ഓഫ് സൊല്യൂഷൻ നമുക്ക് 1250 gram എന്ന് കിട്ടി. മാസ് ഓഫ് സൊല്യൂട്ട് നമുക്ക് 3 മോൾസിന്റെ മാസ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. എത്ര? 175.5 gram എന്ന് കിട്ടി. ഇത് നമുക്ക് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 1074.5 gram എന്ന് കിട്ടും. നമുക്ക് മാസ് ഓഫ് സോൾവെന്റും കിട്ടി. അപ്പൊ നമുക്ക് എന്താ? നമുക്ക് മൊളാലിറ്റി കണ്ടുപിടിക്കേണ്ട 2 സാധനങ്ങളും കിട്ടി. നമ്പർ ഓഫ് മോൾസും കിട്ടി, മാസ് ഓഫ് സോൾവെന്റും കിട്ടി. അപ്പൊ എന്താ? ഇക്വേഷൻ ഇട്ട് കൊടുക്കാം. നമ്പർ ഓഫ് മോൾസ് എത്ര ഇവിടെ? 3 moles. അത് ബൈ മാസ് ഓഫ് സോൾവെന്റ് എത്ര നമുക്ക് കിട്ടിയത്? 1074.5 gram ആണ്. പക്ഷെ എന്താണ് ഇവിടെ kg ആണ് വേണ്ടത് അല്ലേ? അപ്പൊ നമ്മൾ ഗ്രാമിനെ kg ആക്കാൻ എന്താണ്? ബൈ 1000 ചെയ്യുക. അപ്പൊ എന്താ? 3 ഇൻറ്റു 1000 ബൈ 1074.5 എന്ന് കിട്ടും. എന്നുവെച്ചാല് 3000 ഡിവൈഡഡ് ബൈ 1074.5. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 2.79 എന്ന് കിട്ടും. അപ്പൊ അത് 2.79 ആണ് എന്റെ മൊളാലിറ്റി. അപ്പൊ നമുക്ക് മൊളാലിറ്റി ആക്കി മാറ്റാൻ ഇതാണ് നമ്മൾ 1 ലിറ്റർ സൊല്യൂഷൻ എന്ന് അസ്യൂം ചെയ്യുക. വോളിയം 1 ലിറ്റർ എന്ന് എടുക്കുക. അത് വെച്ച് നമ്മൾ എല്ലാം കാൽക്കുലേറ്റ് ചെയ്യുക.
അപ്പൊ അത് വെച്ച് നമുക്ക് മൊളാരിറ്റി ആക്കി മാറ്റാം. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഫോർമുല പഠിച്ചതിൽ മൊളാരിറ്റിയിലും മൊളാരിറ്റി ഈസ് ഈക്വൽ ടു എന്താണ്, നമ്പർ ഓഫ് മോൾസ് ബൈ സൊല്യൂട്ട് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റേഴ്സ് അല്ലേ. ഇനി അതല്ല, നമുക്ക് ml ആണെങ്കിൽ നമുക്ക് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ. മിക്കവാറും ml ആയിരിക്കും എടുക്കുക. ഒരു ലിറ്ററിൽ കണക്കിൽ നിന്ന് നമ്മൾ ലാബിൽ എക്സ്പെരിമെന്റ് ചെയ്യാറില്ല. അപ്പൊ അതിന് പകരം നമ്മൾ മേളിലൊരു into 1000 കൂടി ഇടുക. അതേപോലെ തന്നെ മൊളാലിറ്റിയിലും നമുക്ക് നമ്പർ ഓഫ് മോൾസ് ബൈ വോളിയം അല്ല, മാസ് ഓഫ് സോൾവെന്റ് ഇൻ kg ആണ് തന്നേക്കുന്ന ഫോർമുല. പക്ഷെ നമ്മൾ kgയിലല്ല സോൾവെന്റ് എടുക്കുക, നമ്മൾ ഗ്രാമിലായിരിക്കും എടുക്കുക. അതുകൊണ്ട് നമ്പർ ഓഫ് മോൾസ് ബൈ നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു 1000 ചെയ്യുക ബൈ മാസ് ഓഫ് സോൾവെന്റ് ഇൻ ഗ്രാം. ഇതായിരിക്കും നമുക്ക് കൂടുതൽ ആവശ്യം വരുന്ന ഫോർമുല. ഓക്കെ, അത് കഴിഞ്ഞ് ചാപ്റ്റർ കഴിഞ്ഞ് പിന്നെ ജസ്റ്റ് ക്വസ്റ്റ്യൻസിലേക്ക് കയറാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? കാൽക്കുലേറ്റ് ദി മോളാർ മാസ് ഓഫ് ദി ഫോളോയിങ്. അപ്പം മോളാർ മാസ് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ക്വസ്റ്റ്യൻ 1.1 ആണ് നമ്മൾ ചെയ്യുന്നത്. മോളാർ മാസ് 3 കോമ്പൗണ്ട്സ് തന്നിട്ടുണ്ട്, H2O, CO2, CH4. H2O, CO2, CH4. നമുക്ക് 3 കോമ്പൗണ്ട്സ് തന്നിട്ടുണ്ട്. ആദ്യം നമുക്ക് H2O നോക്കാം. H2O എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് 2 ഹൈഡ്രജനും ഉണ്ട് പ്ലസ് 1 ഓക്സിജൻ. ഹൈഡ്രജന്റെ അറ്റോമിക് മാസ് എത്രയാണ്? 2 ആണ്. ഇപ്പൊ മോളാർ മാസാണ് വേണ്ടത്. അപ്പം ഒരു മോളിന്റെ ഹൈഡ്രജന്റെ മാസ് എത്ര? 2 ആണ്. 2 ഇൻറ്റു ഹൈഡ്രജന്റെ മോളാർ മാസ് 1 ഗ്രാം ആണ്. അപ്പൊ ഇവിടെ 2 ഹൈഡ്രജൻ ഉണ്ട്, അതുകൊണ്ട് 2 ഇൻറ്റു 1 ഗ്രാം. അത് പ്ലസ് ഒരു ഓക്സിജന്റെ മോളാർ മാസ് എത്രയാ? 16 ഗ്രാം ആണ്. അപ്പൊ അത് 1 ഇൻറ്റു 16 ഗ്രാം. ഇതായിരിക്കും അതിന്റെ മോളാർ മാസ്. ഇത് എന്താ വരും? 2 ഇൻറ്റു 1 ഗ്രാം 2 ഗ്രാം പ്ലസ് 1 ഇൻറ്റു 16 ഗ്രാം 16 ഗ്രാം എന്ന് വെച്ചാൽ 18 ഗ്രാം ആണ് ഒരു മോൾ വാട്ടറിന്റെ മാസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത് നമുക്കുള്ളത് CO2. CO2 എന്ന് പറഞ്ഞാൽ എന്താ? 1 കാർബൺ പ്ലസ് 2 ഓക്സിജൻ. ഒരു കാർബണിന്റെ മോളാർ മാസ് എത്രയാണ്? കാർബണിന്റെ അറ്റോമിക് മാസ് 12 ആണ്. അപ്പൊ ഒരു മോളിൽ 12 ഗ്രാം. അപ്പൊ 1 ഇൻറ്റു 12 ഗ്രാം, അത് പ്ലസ് 2 ഇൻറ്റു 16 ഗ്രാം, 12 പ്ലസ് 32 എത്രയാണ്? 44 ഗ്രാം. അതാണ് ഒരു മോൾ CO2ന്റെ മാസ്, അല്ലെങ്കിൽ CO2ന്റെ മോളാർ മാസ് 44 ഗ്രാം. അടുത്ത മൂന്നാം നമുക്ക് തന്നേക്കുന്നത് മീഥേൻ ആണ്, CH4. അതങ്ങനെ ഇതേപോലെ സിമ്പിൾ ആയിട്ട് 1 കാർബൺ പ്ലസ് 4 ഹൈഡ്രജൻ, 1 ഇൻറ്റു 12 ഗ്രാം പ്ലസ് 4 ഇൻറ്റു 1 ഗ്രാം, 12 ഗ്രാം പ്ലസ് 4 ഗ്രാം ഈക്വൽ ടു 16 ഗ്രാം. അതാണ് മീഥേന്റെ മോളാർ മാസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനോട്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വെച്ചാൽ കാൽക്കുലേറ്റ് ദി മാസ് പെർസെന്റേജ് ഓഫ് ഡിഫറെന്റ് എലമെന്റ്സ് പ്രസന്റ് ഇൻ സോഡിയം സൾഫേറ്റ്. സോഡിയം സൾഫേറ്റിലുള്ള ഓരോ എലമെന്റിന്റെയും മാസ് പെർസെന്റേജ് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. സോഡിയം സൾഫേറ്റ് എന്ന് വെച്ചാൽ Na2SO4 സോഡിയം സൾഫേറ്റ്. അപ്പൊ ഇതിനകത്തുള്ള ഓരോന്നിന്റെയും മാസ് കണ്ടുപിടിക്കും. അപ്പൊ അതിന്റെ മാസ് പെർസെന്റേജ് കണ്ടുപിടിക്കും. ഓരോന്നിന്റെയും മാസ് പെർസെന്റേജ് കണ്ടുപിടിക്കാൻ നമുക്ക് ആദ്യം ഇതിന്റെ ഈ കോമ്പൗണ്ടിന്റെ മൊത്തത്തിലുള്ള മോളാർ മാസ് ആദ്യം കണ്ടുപിടിക്കാം. അതാണ് ആദ്യം ചെയ്യേണ്ടത്. നമുക്കറിയാം സോഡിയത്തിന്റെ അറ്റോമിക് മാസ് എത്ര? 23. സൾഫറിൻ്റെത് 32, ഓക്സിജന്റേത് 16. ഇത് ഓരോന്നിന്റെയും മാസ് നമ്മൾ അറിഞ്ഞിരിക്കണം. എന്നാലും നമുക്ക് ഇപ്പം മോളാർ മാസ് എത്ര ഈ കോമ്പൗണ്ടിന്റെ? എല്ലാത്തിന്റെയും മാസം നമ്മൾ ഇൻഡിവിജ്വലായിട്ട് ആഡ് ചെയ്യാം. അപ്പൊ 2 സോഡിയം ഉള്ളതുകൊണ്ട് 2 ഇൻറ്റു 23 പ്ലസ് 1 ഇൻറ്റു 32 പ്ലസ് 4 ഇൻറ്റു 16 എന്ന് വെച്ചാൽ 46 പ്ലസ് 32
പ്ലസ് 64. ടോട്ടൽ എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 142 ഗ്രാം. അതാണ് ഇതിന്റെ മോളാർ മാസ്. ഓക്കെ, നമുക്ക് ഓരോന്നിന്റെയും മാസ് പെർസെന്റേജ് വേണം. ആദ്യം മാസ് പെർസെന്റേജ് ഓഫ് സോഡിയം. സോഡിയത്തിന്റെ മാസ് ഇവിടെ എത്രയാ? നമുക്ക് ഇവിടെ മാസിന് നമുക്കറിയാം 2 സോഡിയമാണ് ഇവിടെ ഉള്ളത് അല്ലേ? ഇപ്പൊ 2 സോഡിയമുള്ളതുകൊണ്ട് 2 × 23 അത് ഡിവൈഡഡ് ബൈ നമ്മുടെ കോമ്പൗണ്ടിന്റെ മോളാർ മാസ് എത്രയാ? 142 അത് ഇൻറ്റു 100 അതായിരിക്കും മാസ് പെർസെന്റേജ് ഓഫ് സോഡിയം. അടുത്ത മാസ് പെർസെന്റേജ് ഓഫ് സൾഫർ. ഇവിടെ ഒരു സൾഫറേ ഉള്ളൂ. 1 × 32 ബൈ 142 × 100. അതേപോലെ മാസ് പെർസെന്റേജ് ഓഫ് ഓക്സിജൻ എന്ത് വരും? 4 × 4 ഓക്സിജൻ ഉള്ളത് Na2SO4 4 ഓക്സിജൻ ഉള്ളത് 4 × 16 ചെയ്യാം. 4 × 16 ബൈ 142 × 100. ഇതെല്ലാം ചെയ്യുമ്പോൾ നമുക്ക് എന്താ വരിക? നമുക്ക് 32.39% കിട്ടും. 22.53% കിട്ടും. നമുക്ക് 45.07% കിട്ടും. അങ്ങനെ നമുക്ക് ഇതിനകത്തുള്ള ഓരോ കോമ്പൗണ്ട് ഓരോ ആറ്റത്തിന്റെയും മാസ് പെർസെന്റേജ് നമുക്ക് കിട്ടി കോമ്പൗണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ മാസ് പെർസെന്റേജ് കൂട്ടാം. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. നമ്മൾ ഇതിൽ ഇവിടെ കൊണ്ട് നിർത്താം. താങ്ക് യു.